എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുളകാ ബജിയാണ്. ഞാൻ ഇന്നലെ ഷോപ്പിംഗ് മാളിൽ പോയേരം അവിടെ മുളകാ ബജി കണ്ടപ്പോൾ കുറച്ച് മുളക് വാങ്ങി. ഇന്ന് വൈകുന്നേരം ഒരു ഉച്ച ഉറക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ക്ഷീണം. എഴുന്നേറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരുന്നാലും ക്ഷീണം, ഒരു വീഡിയോ ഇട്ടാലോ എന്ന്. അങ്ങനെ നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് മുളകാ ബജി ഉണ്ടാക്കാൻ പോകുന്നു. അപ്പോൾ നമ്മളെ മുളകാ ബജി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായി മുളകിന് ഞാൻ ഒരു ചെറിയ കീറലുണ്ടാക്കി കൊടുക്കുന്നു. നമ്മളെ ബജീൻ്റെ സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കടലപ്പൊടിയാണ്. ഞാനൊരു ചെറിയ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് 2 ഗ്ലാസ് കടലപ്പൊടി അളന്നെടുത്തതാണിത്. അതുപോലെ അതേ സ്റ്റീലിൻ്റെ ഗ്ലാസ്സിന് ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഉപ്പ് എൻ്റെ കൈവാക്കാന്ന്. ഉപ്പ് ഇതിൽ വേഗം അധികം പിടിക്കും, അതുകൊണ്ട് വളരെ കുറച്ചേ വേണ്ടൂ, അത്ര ഇട്ടിട്ടില്ല. ഒരു നുള്ളി ചിക്കൻ പൗഡർ, ഒരു നുള്ളി ഗരം മസാല. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ പോകുന്നു. ചെറിയ കപ്പിൽ 2 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒരു ചെറിയ കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഇളക്കി അധികം ലൂസാവാതെ ഇളക്കിയെടുക്കണം. നമ്മൾ മാവ് കലക്കി ഈ പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. മുളകിനോട് ചേർന്ന് വരണ്ടിക്കില്ല, കുറച്ചുകൂടി ലൂസായാൽ ഇത് വേറിട്ട് നിൽക്കും. അതുകൊണ്ട് അതിൻ്റെ ആ ഒരു കട്ടിയിൽ തന്നെ കിട്ടണം. ഇനി ഇത് നമുക്ക് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം തുടങ്ങാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് എണ്ണ ഒഴിക്കാം. പാം ഓയിലിലാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണയുണ്ട്, ഏതെണ്ണയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ ഏതായാലും പാം ഓയിൽ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. ബജി ഓരോന്നായി നമുക്ക് മാവിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഉള്ളിലേക്കെല്ലാം മാവ് പിടിക്കാനാണ് കുറച്ച് ഒരു 2 മിനിറ്റ് സമയം ഇട്ട് വെച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇടാൻ. ഇനി നമ്മളെ മുളക് ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മളെ ബജി ഏകദേശം റെഡിയായി. നമ്മൾ മാറ്റിയിടാൻ പോകുന്നു.